ഹലോ, ഹായ്, നമസ്കാരം, വന്ദനം, വണക്കം, അസ്സലാമു അലൈക്കും. ഷംസുദ്ദീനാണ്. ഇന്നത്തെ യാത്ര തിരുവല്ലയ്ക്കാണ്. പത്തനംതിട്ട ജില്ലയിലെ ഒരു പ്രധാന നഗരവും താലൂക്ക് ആസ്ഥാനവുമാണ് തിരുവല്ല. തിരുവല്ലയിലേക്ക് പോകുന്നത് ക്യാമറ സർവീസിന് വേണ്ടിയാണ്. ESR എന്ന ക്യാമറയാണ്. അതിൻ്റെ മെമ്മറി കാർഡ് ഇടുന്ന പോർട്ട് കംപ്ലൈൻ്റ് ആയിട്ട് അത് സർവീസ് ചെയ്യാനായി തിരുവല്ലയിലുള്ള ക്യാമറക്കട എന്ന ക്യാമറ സർവീസ് സെൻ്ററിലേക്കാണ് പോകുന്നത്. ഈ യാത്രയുടെ കുറച്ച് വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. തനിച്ചല്ല കേട്ടോ, കൂടെ സുഹൃത്തായിട്ടുള്ള വിശാഖുമുണ്ട്. വിശാഖിനെ പിക്ക് ചെയ്യാനാണ് ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം ഞാനിപ്പോൾ ചിരട്ടക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് എത്താറായി. വിശാഖിൻ്റെ സ്ഥലം വരുന്നത് വെട്ടിക്കവല പാലമുക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വിശാഖെത്തി ഒരുമിച്ച് യാത്ര തുടരുകയാണ്. അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നു. പല സംസാരങ്ങൾക്കിടയിൽ വിശാഖ് പറഞ്ഞു, നമുക്കെന്തെങ്കിലും ലൈറ്റായിട്ട് കഴിച്ചിട്ട് പോകാമെന്ന്. അങ്ങനെ ഹോട്ടലിൽ കയറി. ഈ 2 ഇഡ്ഡലി വീതം പറഞ്ഞു, ഒപ്പം ചായയും പറഞ്ഞിട്ടുണ്ടായി. ഇഡ്ഡലി കൊണ്ടുവന്നു, അതിനൊപ്പം ചമ്മന്തി, പിന്നെ സാമ്പാർ, അതിനൊപ്പം തേങ്ങാ ചമ്മന്തി. ഇത്രയാണ് വാങ്ങിയത്. അത് വാങ്ങിക്കഴിച്ചു. വീണ്ടും യാത്ര ആരംഭിച്ചു. തിരുവല്ലയ്ക്ക് ബൈക്കിലല്ല കേട്ടോ പോകുന്നത്, ബസ്സിലാണ് പോകുന്നത്. കൊട്ടാരക്കരയിൽ പേം പാർക്കിൽ ജോലി ചെയ്യുന്ന നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, സൈബു മുഹമ്മദ്. നേരെ അവൻ്റെ പേം പാർക്കിൽ പോയി വണ്ടി പാർക്ക് ചെയ്തു. ഇതാണ് ഞങ്ങ പറഞ്ഞ സൈബു മുഹമ്മദ്. ഈ പേം പാർക്കിൻ്റെ ഓൾ ഇൻ ഓളാണ്. എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് സൈബു ആണ്. അങ്ങനെ സൈബുവിൻ്റെ പേം പാർക്കിൽ വണ്ടി പാർക്ക് ചെയ്തു. ബസ്സിൽ കയറി യാത്ര ആരംഭിച്ചു. കൊട്ടാരക്കരയിൽ നിന്നും തിരുവല്ലയ്ക്ക് 2 പേർക്കുള്ള ടിക്കറ്റ് ചാർജ് 150 രൂപയാണ് വരുന്നത്. ടിക്കറ്റ് എടുത്തു, യാത്ര തുടർന്നു. അങ്ങനെ ഞങ്ങൾ തിരുവല്ലയിലെ ക്യാമറക്കട ക്യാമറ സർവീസ് സെൻ്ററിൽ എത്തിച്ചേർന്നു. 2ാമത്തെ ഫ്ലോറിലാണ് ഈ സർവീസ് സെൻ്റർ വരുന്നത്. അങ്ങനെ ഞങ്ങൾ ആ ഷോപ്പിലേക്ക് നടന്നു നീങ്ങി. അങ്ങനെ സർവീസ് സെൻ്ററിൽ ചെന്നു, ക്യാമറ എടുത്തു. ക്യാമറയുടെ കംപ്ലൈൻറ്റ് മെമ്മറി കാർഡ് ഇടുന്ന പോർട്ടാണെന്ന് അവർക്ക് പറഞ്ഞു. കംപ്ലൈൻറ്റ് കാണിച്ചു കൊടുത്തു. അവർ ക്യാമറ സർവീസ് ചെയ്ത് തിരിച്ചു തന്നു. നമ്മളത് മെമ്മറി കാർഡ് ഇട്ട് പടങ്ങളൊക്കെ എടുത്തു, വീഡിയോ എടുത്തു, മറ്റ് കംപ്ലൈൻറ്റുകൾ വല്ലതും ഉണ്ടോ എന്ന് നോക്കി. അതിനുശേഷം നമുക്കതിൻ്റെ ചാർജ് വരുന്നത്, ഈ പോർട്ട് മാറ്റിയത് 4800 രൂപയാണ് ചാർജ് വന്നത്. അങ്ങനെ ഞങ്ങൾ ക്യാമറ എടുത്ത് തിരിച്ച് ഇറങ്ങി വീണ്ടും തിരിച്ച് കൊട്ടാരക്കരയ്ക്ക് യാത്ര ചെയ്യുകയാണ്. ഇനി ഭക്ഷണം കഴിച്ചിട്ട് യാത്ര തുടരാം എന്ന് കരുതി ഞങ്ങൾ നടന്ന് 1.5 കിലോമീറ്ററോളം ഫുഡിന് വേണ്ടി ഞങ്ങൾ നടന്നു.
ഒടുക്കം ഞങ്ങൾക്കൊരു ഹോട്ടൽ കിട്ടി, ഹോട്ടൽ ഉല്ലാസ്. നേരെ ഉല്ലാസിലേക്ക് കഴിക്കാനായി കയറി. ബിരിയാണി ഓർഡർ ചെയ്തു. രണ്ടുപേരും ബിരിയാണിക്കായി വെയിറ്റിങ്ങിലാണ്. അങ്ങനെ ബിരിയാണി എത്തി. ബിരിയാണി രണ്ടുപേരും കഴിച്ചു. പക്ഷേ അതിനകത്ത് ഇറച്ചി തീരെ ഇഷ്ടപ്പെട്ടില്ല, ഭയങ്കര ഹാർഡായിരുന്നു. അതുകൊണ്ട് രണ്ടുപേർക്കും ചിക്കൻ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ബാക്കി ചിക്കൻ മാറ്റി വെച്ചിട്ട് രണ്ടുപേരും ചോറ് കഴിച്ചു. ബിരിയാണിയൊക്കെ കഴിച്ചു. വീണ്ടും യാത്ര തുടർന്നു. കൊട്ടാരക്കരയ്ക്ക് തിരിച്ചു വരുവാണേ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് കൊട്ടാരക്കരയിലെത്തി. സ്റ്റാൻഡിലിറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചെറിയൊരു വീഡിയോ ആണ് ചെയ്തത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു.